വേടനെതിരായ വനം വകുപ്പ് കേസ് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ച് വനം വകുപ്പ് മേധാവി കേസെടുത്തത് നടപടിക്രമങ്ങൾ പാലിച്ച്. എന്നാൽ ഉദ്യോഗസ്ഥർ ശ്രീലങ്കൻ ബന്ധം ആരോപിച്ചത് ശരിയായില്ലെന്നും വനം വകുപ്പ് മേധാവിയുടെ റിപ്പോർട്ട്. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് കൂടി ചേരുന്നുണ്ട്. കമലേഷ്, നേരത്തെയൊക്കെ വനം മന്ത്രി അടക്കം പറഞ്ഞൊരു കാര്യമുണ്ട്, നിലവിലെ സാമൂഹിക പരിസ്ഥിതിക്ക് അനുസരിച്ചല്ല വേടനെതിരെ ഇത്തരത്തിൽ വനം വകുപ്പ് കേസെടുത്തത് എന്നുള്ളത്. ഇപ്പോൾ ഈ വനം വകുപ്പ് മേധാവിയുടെ റിപ്പോർട്ടിൽ പറയുന്ന കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെ? വർഷ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഇപ്പോൾ വനം വകുപ്പ് മേധാവി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതേസമയം ഈ കേസെടുത്തതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നിയമപരമായ കാര്യങ്ങളൊക്കെ, നടപടിക്രമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് കേസെടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ശ്രീലങ്കൻ ബന്ധമടക്കം ഈ വേടനെതിരെ ആരോപിച്ച ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥർ നടത്തിയത് തെറ്റായ കാര്യമാണ് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. അതോടൊപ്പം ഈ അന്വേഷണത്തിന് മുൻപ് തന്നെ, അതായത് ഈ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലും ഈ ആദ്യഘട്ടത്തിലൊക്കെ മാധ്യമങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതും ഉദ്യോഗസ്ഥർക്ക് ആ കാര്യത്തിലും വീഴ്ചയുണ്ടായിട്ടുണ്ട്, അത് ശരിയായ നടപടിയല്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയാണെങ്കിലും വനവകുപ്പ് മന്ത്രിയാണെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ കഞ്ചാവ് പിടിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടക്കും, അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന കാര്യം. പക്ഷേ ഈ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉദ്യോഗസ്ഥർ അല്പം കൂടി അവധാനതയോടുകൂടി ഈ വിഷയങ്ങളിൽ ഇടപെടണമായിരുന്നു എന്ന കാര്യമാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ വനവകുപ്പ് മന്ത്രിയും ഈ വിഷയത്തിൽ സമാനമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഇതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്ന നിലയിലുള്ള റിപ്പോർട്ട് വനംവകുപ്പ് മേധാവി സർക്കാരിന് കൈമാറിയിരിക്കുന്നത്. വർഷ, കമലേഷ്, അതായത് ഈ ശ്രീലങ്കൻ ബന്ധം ആരോപിച്ചുള്ള വനം വകുപ്പിന്റെ ചില പ്രതികരണങ്ങൾ ഇത് തന്നെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നമായി കാണുന്നത്? വർഷ, തീർച്ചയായും ഒരു അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ, അതിന്റെ ആദ്യഘട്ടത്തിലൊക്കെ ഉദ്യോഗസ്ഥർക്ക് എങ്ങനെ ഈ നിലയിൽ ഒരു പ്രിജുഡിസ് ആയതു, അത് മുൻവിധിയോടുകൂടി ഇത്തരം വിഷയങ്ങളെ എങ്ങനെ സമീപിക്കാൻ കഴിയുമെന്നുള്ളത് നേരത്തെ തന്നെ ഉയർന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആളുകളും മന്ത്രിമാരും ഒക്കെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ചില ഉദ്യോഗസ്ഥർക്ക് ഈ വിഷയത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ ശ്രീലങ്കൻ വംശജയാണ് വേടന്റെ മാതാവ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ ഘട്ടത്തിൽ പറഞ്ഞു. പക്ഷേ അതൊന്നും ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. അതോടൊപ്പം ഈ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ വേടൻ പുലിയെ വേട്ടയാടി എന്നോ അത്തരത്തിലുള്ള യാതൊരു തെളിവുകളും, ഒരു ആരോപണവും, ഒരു പരാതിയും നിലവിലില്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു കേസ് എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ കേസെടുക്കുന്നതിൽ തെറ്റില്ല, അതിന്റെ നടപടിക്രമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് കേസെടുത്തിട്ടുള്ളത്. അതിനുള്ള മറുപടി വേടൻ പറയുകയും ചെയ്തിട്ടുണ്ട്. തനിക്കൊരു ആരാധകൻ തന്നതാണ് അത് യഥാർത്ഥത്തിൽ പുലിപ്പല്ല് തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ തനിക്ക് അറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ആരാധകൻ തനിക്ക് നൽകിയതാണ് എന്നതായിരുന്നു വേടന്റെ മറുപടി. ഈ വിഷയത്തിൽ എങ്ങനെ ഇത്തരം രൂക്ഷമായ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട്, അതായത് ഈ വന്യമൃഗങ്ങൾ വേട്ടയാടൽ അടക്കമുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് എങ്ങനെ ഈ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതായിരുന്നു തുടക്കം തൊട്ട് തന്നെ ഉയർന്നിട്ടുള്ള ചോദ്യം. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് വനംവകുപ്പ് മേധാവി സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. വർഷ, ശരി, കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ നൽകിയത്.